അനുമോൾക്ക് എന്തായാലും കപ്പ് കൊടുക്കാൻ പോകുന്നില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. ബിഗ് ബോസ് ടീമിന് വ്യക്തമായി അറിയാം 16 ലക്ഷം രൂപയുടെ PR വർക്ക് കൊടുത്തിട്ടാണ് അനുമോൾ അകത്ത് കയറിയത്. ഇത് സത്യമാണോ കള്ളമാണോ എന്ത് തന്നെ ആയാലും ശരി, ബിഗ് ബോസിന് അറിയാം അനുമോളിന് ഇപ്രാവശ്യം കപ്പ് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ വിചാരിക്കും PR ഉള്ളത് കൊണ്ടാണ് അനുമോള് ജയിച്ചതെന്ന്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു നീതിപരമായ ഷോ അല്ല, PR ഉള്ള ആൾക്കാർ മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്നാണ് ആൾക്കാർ വിലയിരുത്താൻ പോകുന്നത്. ഇത് മുൻകൂട്ടി അറിയാവുന്ന ബിഗ് ബോസ് തീർച്ചയായിട്ടും അനുമോൾക്ക് കപ്പ് കൊടുക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഒന്നാമതേ ബിഗ് ബോസ് ടീമിനെ അനുമോളെ കണ്ടൂടാ. അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് അനുമോളിനെ ഇങ്ങനെ പിന്തള്ളപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾ ഇച്ചിരി ജനസമ്മതിയുള്ള ആളാണ്. പുറത്ത് തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് അനുമോൾ നിന്നത്. ഇതിനകത്ത് കയറി അനുമോളിനെ ഉള്ളൊരു യഥാർത്ഥ സ്വഭാവം വെളിയിൽ കാണിച്ച് അനുമോളെ തകർക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി പുറത്തേക്ക് അയക്കാം. അതുവഴി ഷോയ്ക്കും ഒരു പ്രൊമോഷൻ കിട്ടും, ആൾക്കാർ കാണുന്ന തോത് കൂടും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അനുമോളെ വിളിച്ചത്. 1-2 സീരിയൽ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാർ നെഗറ്റീവായിട്ട് കാണുന്ന ഭയങ്കരമായ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അനുമോള് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് വീണ്ടും വിദ്യയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം. അത് നമുക്ക് ഓരോ എപ്പിസോഡിലും കാണാം. എല്ലാ എപ്പിസോഡിലും അനുമോളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്? അനുമോളിനെ എല്ലാ എപ്പിസോഡിലും ഒരു പ്രാവശ്യമെങ്കിലും വഴക്ക് പറയാതെ വിടുന്നതേ ഇല്ല. പിന്നെ അതിന്റെ പുറമെ ജിസേലിന്റെയും ആര്യന്റെയും ഒരു പ്രശ്നം കൂടെ വന്നു. ആ ഒരു പ്രശ്നം വന്നപ്പോ അതില് അനുമോളുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകളുണ്ട്. എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടുകളാണ്. അവളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, അത് തെളിയിക്കാൻ അവൾക്കൊട്ട് കഴിഞ്ഞതുമില്ല. സോ അപ്പോൾ കുറെ പേര് നെഗറ്റീവായി, അനുമോളടുത്ത് നെഗറ്റീവായി. പുറത്ത് അവളുടെ ഫാൻസ് ഒന്നും നെഗറ്റീവ് ആയിട്ടില്ല. അതിനകത്തിട്ട് അവളെ വറുത്ത് പൊരിച്ച് ഒക്കെ എടുത്തു. ശരി, അങ്ങനെയുള്ളൊരു സാധനമാണ് അവൾ അവിടെ കൊടുത്തത്. ഓക്കെ, നോ ഇഷ്യൂ. ആ ഒരു എപ്പിസോഡിൽ അവളെ കലക്കി മറിച്ചിട്ടു. പക്ഷേ നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് അവള് ചെയ്ത നല്ല കാര്യങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുവരാതെ, അവള് ചെയ്ത എല്ലാ നെഗറ്റീവ് ആണെന്ന് പോലും മറ്റുള്ളവർക്ക് തോന്നാത്ത കാര്യങ്ങളെ പോലും ബിഗ് ബോസ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ലാലേട്ടനെ കുറിച്ച് വെറുതെ കളിയാക്കല, വെറുതെ വഴക്ക് പറയല, ഇതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് അനുമോളുടെ കാര്യം. ആ സമയത്താണ് PR-ന്റെ ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നത്. ഈ ഒരു PR-ന്റെ കാര്യം പുറത്തേക്ക് വന്നതും, ഈ PR എന്ന് പറഞ്ഞ സാധനം തന്നെ ടോപ്പിക്ക് ആദ്യമായിട്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു കണ്ടന്റ് ബിഗ് ബോസ് തന്നെ കൊടുക്കാൻ കാരണം മോർണിംഗ് ടാസ്കിലാണ് കൊടുത്തത്. അനുമോളെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് ഏത് ചോറ് തിന്നുന്ന മലയാളിക്കും അറിയാം. അനുമോൾക്ക് ഭയങ്കരമായ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ജനങ്ങളുടെ ഇടയിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടുള്ള ഒരു കുട്ടിയാണ്. എന്ത് പറഞ്ഞാലും വളരെ നിമിഷ നേരം കൊണ്ട് ഒരു കരയുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അനുമോള് പോയിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. എന്നിരുന്നാലും അവൾ പറയുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് ആർക്കും പിടിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പൊതുവെ ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കും. ആ ഒരു രീതിയിലാണ് അവൾ അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടോ അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളെ വഴക്ക് പറയുന്നത് സ്ഥിരമായി നമ്മൾ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണുന്നുണ്ട്. അതായത് ഒരു കാര്യത്തിൽ അവളും തെറ്റുകാരിയായിരിക്കും, വേറൊരാളും തെറ്റുകാരനായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അനുമോൾക്ക് മാത്രമാണ് കൂടുതൽ തെറ്റ്, കൂടുതൽ പഴിചാരിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ നെഗറ്റീവാക്കി പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് മാത്രമാണ് ലക്ഷ്യം. പക്ഷെ നടന്നില്ല. ഇനി ഒരു 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ 2 ആഴ്ചയിലും അവർ ശ്രമിക്കും, പക്ഷെ നടക്കാൻ പോണില്ല. പിന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അനുമോൾക്ക് കപ്പ് കൊടുക്കാനേ പോണില്ല. അത് ബുദ്ധി നമ്മൾ ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു ഷോയിലോട്ട് പോയത് കുറെ പൈസ കൊടുത്ത് വെളിയിൽ ആൾക്കാരെ നിയമിച്ചിട്ടാണ് എന്ന് അവർക്ക് ബോധ്യമായി, ജനങ്ങൾക്കും ബോധ്യമായി. ആ സമയത്ത് അവർ ആ വ്യക്തിക്ക് തന്നെ കപ്പ് കൊടുക്കുകയാണെങ്കിൽ, അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ജിൻഡോ എന്ന് പറഞ്ഞ മത്സരാർത്ഥി ആരെയാണോ PR വർക്കിന് ഏൽപ്പിച്ചത് അതേ വ്യക്തിയെയാണ് അപ്പാനി ശരത്തും അനുമോളും PR വർക്കിനായിട്ട് ഏൽപ്പിച്ചത് എന്നൊരു ഗോസിപ്പ് കൂടെ ബിഗ് ബോസിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ കണ്ടസ്റ്റൻസ് തന്നെ പരസ്പരം സംസാരിച്ചു എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ബിഗ് ബോസിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അത് ചർച്ചാ വിഷയമായിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം ജയിച്ച അതേ കണ്ടസ്റ്റന്റിന്റെ PR ആണ് അനുമോൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായ ധാരണ അവിടെ പരത്തിക്കഴിഞ്ഞു.
അത് പുറത്തേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവളെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോ PR കൊടുക്കുന്നവർക്ക് ജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഷോ ആണെന്ന് ആൾക്കാർ തിരിച്ചറിയും, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇവൾക്ക് കൊടുക്കാൻ പോകുന്നില്ല. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ അനുമോളിനെ നെഗറ്റീവ് ആക്കുന്നത്. അതായത് ഈ കൊച്ച് എന്ത് മണ്ടത്തരത്തിനാണോന്ന് അറിയത്തില്ല, എല്ലാവരും അവിടെ PR കൊടുത്തിട്ട് തന്നെയാണ് അകത്ത് കയറുന്നത്. പക്ഷെ ഈ പെങ്കൊച്ച് അതൊന്ന് പറഞ്ഞു, എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ അവളുടെ വായിൽ അങ്ങ് വീണുപോയി. അതിനെ പിടിച്ച് സംസാരിച്ച് എടുത്ത് ചർച്ചയാക്കി അതിനൊരു വലിയ കണ്ടന്റ് ആക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞ ശരിയാട്ടോ, അവൾ തന്നെയാണ് കൂടുതലും കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അവിടെ ഉള്ളവർക്ക് ഈ പറയണ പോലെ സ്നേഹവും സമാധാനവും ഫണ്ണി ആയിട്ട് പോകൂ, രസകരമായിട്ട് പോകൂ എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു ഫ്ലാഷൊക്കെ അടിച്ച് പ്രമോയിൽ കാണിക്കാൻ വേണ്ടി അനുമോളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ്, കുറച്ച് എരിവും പൊരിവും മസാലയൊക്കെ ചേർത്ത കണ്ടന്റുകളാണ് അവർ ഫ്ലാഷ് വെച്ച് ഡും ഡും ഇന്ന് നടക്കാൻ പോകുന്നത് ഡും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കാണിക്കണമെങ്കിൽ ഈ പെങ്കൊച്ച് വേണം. ഈ പെങ്കൊച്ച് ഉണ്ടായിട്ട് തന്നെയാണ് ഇത്രയും നാളും അങ്ങനെ പൊക്കോണ്ടിരുന്നത്. പിന്നെ ഒരു നമ്മുടെ രേണു ഉണ്ടായിരുന്നു, ആ സമയത്ത് രേണുവിനെ കാണാൻ വേണ്ടി ആൾക്കാർ കാണുമായിരുന്നു. പിന്നെ അനീഷ്, ഷാനവാസ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കണ്ടന്റുകളാണ് അവിടെ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പോയിട്ട് കിഡിലം കണ്ടന്റാണ് ഉണ്ടാക്കിയത്. നാട് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലൊരു സൂപ്പർ കണ്ടന്റാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ആ ബിഗ് ബോസ് ഷോക്ക് തന്നെ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു കണ്ടന്റാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരെ കുറെ നാളൊക്കെ ഇട്ട് ഓട്ടിച്ചു. പിന്നെ മസ്താനിയെ വെച്ചിട്ട് നല്ല പോലെ മാർക്കറ്റ് ചെയ്തു. മസ്താനിയെ കീറി മുറിച്ച് അറുത്ത് കഷ്ണമാക്കി പാക്കറ്റിലാക്കിയാണ് അവളെ വീട്ടിലോട്ട് അയച്ചത്. ആ രീതിയിൽ അവളെ ലൈഫേ പോകുന്ന രീതിയിലാണ് അതിനകത്ത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കിയത്. പക്ഷെ ഇതൊന്നും അനുമോളിൽ നടക്കുന്നില്ല. പിന്നെ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല, അത് ഷുവറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു? എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ ചാൻസ് ഇല്ല. കാര്യം 16 ലക്ഷം രൂപ PR കൊടുത്ത് വന്ന ഒരു വ്യക്തിക്ക് ഞങ്ങൾ കപ്പ് കൊടുക്കുകയാണെങ്കിൽ ജനം എന്ത് വിചാരിക്കും, ഈ ഷോയെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവർ കപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ആ പെങ്കൊച്ചിനെ കണ്ടും കൂടാ. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ, നിങ്ങളിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ആ എപ്പിസോഡും ലൈവും പിന്നെ ഈ പറയുന്ന ഷോർട്സുകളും റീൽസും ഒക്കെ കണ്ട് മറ്റുള്ളവരുടെ കമൻറ്റുകൾ വായിച്ച് ചുമ്മാ ഞാനിങ്ങനെ കണ്ടിട്ട് പോകത്തില്ല. അതിനകത്ത് ആൾക്കാരുടെ കമൻറ്റുകൾ വായിച്ച് ആൾക്കാരുടെ പൾസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു തീരുമാനത്തിലെത്തുന്നതും ഞാനത് പറയണതും. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം ഇതാണ്, ആ കൊച്ചിനെ ഒരുപാട് പെടാപാട് പെടുത്തുന്നില്ലേ നിങ്ങൾ? ഓരോ എപ്പിസോഡ് പോട്ടെ, എല്ലാം കാണണമെന്നില്ല, വീക്കെൻഡിലെ പ്രമോ എങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാത്തിലും അനുമോൾ കാണും. അനുമോൾ എന്ന് അവൾ ചിരിച്ചോണ്ടായിരിക്കും എണീക്കുന്നത്, പക്ഷെ അവർക്ക് നല്ല പടക്ക് താറ്റാണ് കൊടുക്കണം. പടക്ക് താറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ്. കിഡിലും താറ്റാണ്, പട്ടിത്താറ്റടിച്ചാണ് ആ പെങ്കോച്ചിന് അവിടെ ഇരുന്നത്. അനുമോളാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എന്താ അനുമോളെ അങ്ങനെയാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തു പറ്റി, ഞങ്ങൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ആ കൊച്ചിനെ അങ്ങ് നശിപ്പിച്ചങ്ങ് പുഴിപ്പിച്ചവിടെ ഇരുത്തുകയാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 3 ആഴ്ച കൊണ്ടുണ്ട് ആ കൊച്ചും നെവിനും തമ്മിലുള്ള ഒരു കണ്ടന്റാണ് അങ്ങോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വമായിട്ട് അനു തന്നെ ക്രിയേറ്റ് ചെയ്യണയാണോ നെവിൻ ക്രിയേറ്റ് ചെയ്യണയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അങ്ങനെയുള്ള കുറച്ച് സീൻസ് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നാം, ഒരു കണ്ടന്റ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, അനുമോളും നെവിനും തമ്മിലുള്ള അടി അവിടെ ഇല്ല. അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു സഹോദര ബന്ധം പോലെ അല്ലെങ്കിൽ ഒരു ക്രഷ് പോലെയൊക്കെ കാണിക്കുന്ന ആ ഫണ്ണി മൊമെന്റ്സ് അവിടെ ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കും. പിന്നെ എന്താ ഉള്ളത്? എന്താ നമ്മൾ അവിടെ കാണാൻ പോകുന്നത്? കാണാനായിട്ടിരിക്കുന്ന ഒന്നുമില്ല. ഈ പെങ്കൊച്ച് ഉണ്ടാക്കുന്ന കണ്ടന്റാണ് കൂടുതലും. ഈ പെങ്കൊച്ച് ആരെടുത്ത് മിണ്ടാൻ പോയാലും അവിടെ കണ്ടന്റാണ്. പിന്നെ അവളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ട്, അവൾ വാങ്ങണ പൈസയ്ക്ക് പ്രതിഫലം കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ളൊരു കൊച്ചാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന അറിയോ, എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ അവളെ മൈൻഡിൽ അത് സ്റ്റക്കാണ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ തല കാണണം. അപ്പം നമ്മളാണെങ്കിൽ പോയാൽ പോലും സാബുമാനെ പോലെ ഇരിക്കാം, നമ്മൾ ചിന്തിക്കണം എന്നില്ല. ഇന്ന് എൻ്റെ എപ്പിസോഡ് ഈ ഒരു എല്ലാവരുടെ മനസ്സിലും ഉണ്ടടേ, ആ കൊച്ച് തുറന്ന് പറയുന്നതേ ഉള്ളൂ. അനുമോള് മാത്രം അങ്ങ് തുറന്ന് പറയുന്നത്, അതിനകത്തുള്ള എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ക്യാമറ സ്പേസ് ഉണ്ടാക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം, അങ്ങനെയൊക്കെ പറയുന്ന മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പെങ്കൊച്ചങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോകുന്നു. ഇതാണ് അനുമോള്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ?